ഇവിടെ നിന്ന് ബോറടിക്കേ അല്ലെങ്കിൽ ഇപ്പൊ എന്ത് കാട്ടാനാ. മുത്തച്ഛന്റെ അടുത്തൊന്ന് പോട്ടെ, കുറെ കാലയില്ലേ കഥകളൊക്കെ കേട്ടിട്ട്. മുത്തച്ഛനോട് എന്തെങ്കിലും കഥ പറഞ്ഞുതരാൻ പറയട്ടെ. എടാ മോനെ, നീ ഇവിടെ ഉണ്ടായിരുന്ന എന്തായാലും എനിക്ക് കുറെ കാലയില്ല ഒരു കഥകളൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എനിക്ക് എന്തായാലും ഒരു കഥ പറഞ്ഞുതരാം. അതന്നെ മുത്തശ്ശി, ആ മുത്തച്ഛന്റെ കഥകൾ കേൾക്കാൻ വേണ്ടി വന്നതാ. എന്ത് കഥയാണ് മുത്തശ്ശി? ഇത് സാൻഫിയറിലുള്ള ഒരു സൈക്കോ കില്ലറിന്റെ കഥയാണ്. സൈക്കോ കില്ലറിന്റെ കഥ പറയും മുത്തച്ഛ. കുറെ കാലമായി ഒരു ത്രില്ലർ സൈക്കോ കില്ലറിന്റെ കഥ ഒക്കെ കേട്ടിട്ട്. എടാ മോനെ, സൈക്കോ കില്ലർ എന്നൊക്കെ പറയുമ്പോൾ ഒരു വില്ലൻ സ്റ്റോറി ആയിട്ട് തോന്നും. നീ ഒരു കഥയിൽ എല്ലാം ഉണ്ട്. നല്ല രീതിക്ക് ജീവിച്ചു പോകുന്ന ഒരു ഫാമിലി. സാൻഫിയർ പുഴയിൽ വീണ്ടും 3 അജ്ഞാത ശവശരീരങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഇതും കൂട്ടി 28ാമത്തെ ശവശരീരങ്ങളാണ് സാൻഫിയർ നിന്ന് കണ്ടെത്തുന്നത്. എല്ലാ തോണ്ടി കണ്ടുപിടിക്കോളും. ഈ പോലീസ് വണ്ടി ഇരുന്നിട്ട് പോണത് വേറെ തന്നെ ഒരു ഫീൽ. അച്ഛന്ന് സ്കൂൾ വണ്ടിയിലട്ടോ, അതുകൊണ്ട് എന്നെ നേരത്തെ വിളിക്കാൻ പറഞ്ഞു. ഓടെ മോനെ, നല്ലോണം പഠിക്കണോട്ടോ, എന്നാലും എന്റെ പോലെ ഇതേപോലത്തെ ജോലിയൊക്കെ കിട്ടുള്ളൂ. അച്ഛ ഇവിടെ നിർത്തിയാൽ മതി, ഇവിടെ നിർത്തിയാൽ മതി. എനിക്ക് കടയിൽ നിന്ന് മുട്ടായി കണ്ട്. പിന്നെ അച്ഛ പറഞ്ഞ പോലെ എന്നെ നേരത്തെ വിളിക്കാൻ പറഞ്ഞു. ഓടെ മോനെ, കുറച്ച് മുട്ടായും കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ക്ലാസ്സിൽ പോട്ടെ. സെൻഡ് ഓഫ് ആയതുകൊണ്ട് ബാഗൊന്നും എടുക്കേണ്ടി വന്നില്ല. സാറേ, ഇതുവരെ കോലറിന്റെ 2 ദിവസമായി തോന്നുന്നു. കൊന്നവനെന്തായാലും ചില്ലറക്കാരനാന്നല്ലേ, ജീവനോടുള്ളപ്പോ തലയും കൈയും വെട്ടിട്ടാണ് കൊന്നിട്ടുള്ളത്. ആരാണല്ലോ എന്തോ ഒരു നാളാണ് എന്റെ കൈ കിട്ടും. ആ പുതിയ സയ്യാത്തോണിലെ നീ എന്തോനെ പറഞ്ഞ സെറ്റാക്കി പിന്നെ വെണ്ണേക്കാപ്പോ ഞങ്ങൾ ഊട്ടിക്കോട്ടെ. നിങ്ങൾ എന്താ പറഞ്ഞിരുന്നു ഈ കേസ് പിൻവലിക്കാനാ? നിന്നോടൊക്കെ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് വായി തുറന്ന നമ്പർ പറയേണ്ടതൊക്കെ പറഞ്ഞ് നമ്മൾ ആരാണ് മനസ്സിലായിട്ടില്ലേ? ഞങ്ങൾ എന്തായാലും നിന്നെ പിന്നെടുത്തോണ്ടാ. ഞങ്ങൾ നിന്നെ എടുക്കൂടാ, നീ നോക്കിയിരുന്നോ. നാഫിടെ അടുത്ത് എന്തായാലും നന്നായി. ഇനി ചെക്കനെ കുറച്ച് ഞാൻ കൂട്ടാൻ പോണം. എടി കഴിക്കാൻ എന്താ വെച്ചാലും എടുത്തേക്ക്. ഞാൻ എന്തായാലും ഫ്രഷ് ആയിട്ട് വരും. മനുഷ്യൻ നേരത്തെ വന്നു ആടി, നീ ഞാൻ ഹാഫ് ഡേ എടുത്ത്. എന്തിത്ര അഹങ്കാരമാ അവനക്ക്? അവിടെ തീർച്ചയായിട്ടും ജീവനോട് നമ്പറിൽ ഞങ്ങൾക്ക് അഹങ്കാരം പോലും. എവിടെ നീ പുറത്തോട്ട് പോടോ. അല്ലേ ആരാ ചേട്ടൻ കുളിക്കുകയെ? ആ വൈഫാലേ. എന്തൊരു സൗണ്ട് ഇട്ട്. ഈ അച്ഛനെ വിളിക്കാ വരാ പറഞ്ഞിട്ട് പറ്റിച്ച്. അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ തന്നെയാണ്, വരാ പറഞ്ഞിട്ട് വരൂല. എന്തായാലും വീട്ടിൽ പോട്ടെ, വെച്ചിട്ടുണ്ട് ഞാൻ. എന്താ വീടിന്റെ അവിടെ ഒരു സൗണ്ട് ഒക്കെ കേൾക്കുന്നത്? ഞാനെന്റെ ഫാമിലിയായിട്ട് ദുബായി പോയി. മച്ചാനെ, ഞാനും നാളെ ദുബായിൽ പോവേ. എടാ ബ്രോ, നീ എന്ത് വർത്താനം പറയണോ? എന്റെ അമ്മ അച്ഛനല്ലല്ലോ. പിന്നെ ഞാൻ നിക്കുന്നതിനോ എന്റെ വല്യച്ഛൻ്റെ കൂടെയാണ്. അവിടെ തന്നെ വരെ ഭയങ്കര ശല്യമാവും അവർക്ക്. പിന്നെ അങ്ങനെ വരെ ടൂർ കൊണ്ടുപോകാൻ നിൽക്കേ. എന്റെ അമ്മ അച്ഛനില്ലാത്ത കാരണം അല്ലെങ്കിൽ എന്നെയും കൊണ്ടുവരുന്ന കൊടുക്കലൊക്കെ. രാവിലത്തെ ഫുഡ് മരൊക്കെ കഴിച്ചിട്ടും കൂടില്ല. അപ്പോഴാണ് ഉമ്മാരെ വന്ന് വിളിച്ചത്. വിളിച്ചാൽ അച്ഛന് കൂടെ വന്നപ്പോ ഒരു വിളിച്ചെടുത്ത ചിക്കൻ ഭയങ്കര സങ്കടമായി. വീട്ടിലും കഴിക്കാണ്ടാ നോക്കട്ടെ. മനുഷ്യ നിങ്ങളെ വേട്ടന്റെ മോനുണ്ടല്ലോ, മര്യാദക്ക് നോക്കിക്കോ. എന്നെ കൊണ്ട് നടക്കൂല. എനിക്ക് വലിയ ചൂലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണതല്ലേ. ഇന്ന് രാവിലെ നമുക്ക് പോകണം. ഇന്ന് രാവിലെ നമ്മളെ മോൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഫുഡ് ഓനെടുത്ത് തിന്നത്. എന്തൊക്കെ ചെയ്യുവാനെ? ഓന്റെ വയറ്റ് വല്ല കൊക്കപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത്രക്ക് വിശപ്പുണ്ടെങ്കിൽ വല്ല ഹോട്ടലിൽ കൊണ്ടു ചേർത്തോനെ. ഏട്ടന്റെ മോനെന്നുള്ള പേരിലാണ് ഞാനാണ് നോക്കുന്നത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓനെ നമുക്ക് ചവിട്ടി പുറത്താക്കേണ്ടി വരുമല്ലോ. ഓൻ എവിടെ രാവിലെ തന്നെ കാണാമല്ലോ. അവനെ വിടുക്കച്ച പോയിക്കോട്ടെ. നിങ്ങൾക്ക് എന്താ, ഞാൻ ജോലിക്ക് പോയിട്ടെന്തായാലും. ഇവർക്ക് എന്നെ വീട്ടിൽ നിർത്തണ ഇഷ്ടല്ലേ? ഇഷ്ടമല്ലെങ്കിൽ എന്തിനാ ഞാൻ അവിടെ നിൽക്കുന്നു? ഞാൻ എന്റെ അപ്പൂപ്പന്റെ അടുത്തോട്ട് പോവേ. ഇവരടുത്ത് ഞാൻ നിൽക്കുന്നില്ല. എന്നെ ഇഷ്ടമില്ലാത്തവരടുത്ത് ഞാൻ നിൽക്കുന്നില്ല. അപ്പൂപ്പ എനിക്കാറില്ലല്ലോ, ഞാൻ ഒറ്റക്കായല്ലോ. അപ്പൂപ്പ എനിക്കാറില്ല. അപ്പൂപ്പ ഞാൻ ഒറ്റക്കായേ. ഇതാരാ? കൊച്ചുമോനല്ലേ? കൊച്ചുമോനെ, നീ എന്താ ഇവിടെ? അപ്പൂപ്പ എനിക്കാറില്ല. അപ്പൂപ്പ അവരെന്നെ വീട്ടിൽ നിന്ന് എടുത്ത. അപ്പൂപ്പ നീ എന്തിനാടെ വെറുതെ അവിടെ നിൽക്കാൻ പോയി? നിനക്ക് ഇന്റെ അടുത്തേക്ക് പോന്നോടാ. ഞാൻ അവിടെ ഉള്ളപ്പോ ഞാൻ അങ്ങോട്ടേക്ക് പോകണ്ടാ. നീ ഇവിടെ നിന്നാ മതി. നിന്നെ ഞാൻ നോക്കി നല്ലൊരു നിലയിലെത്തിക്കോടാ. നോക്കിക്കോ. അല്ല, ആരാണ്? ജോലി സാറിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഉള്ളിൽ പോയിട്ട് പെർമിറ്റ് എടുത്തിട്ട് വരാം. ഇവനെ കണ്ടിട്ട് ഞങ്ങൾ ആദ്യം റിവെഞ്ച് എടുത്ത SI സാറിന്റെ പോലെ ഉണ്ടല്ലോ. ആരെ ഒരുത്തെ കാണാൻ വന്നിട്ടുണ്ട്. ഓനക്ക് ഉള്ളി കയറാനുള്ള പെർമിറ്റ് കൊടുക്കട്ടെ. തന്നോട് ഉള്ളിലോട്ട് ചെല്ലാന് എന്റെ കൂടെ പോരെ. എന്നെ ഫോളോ ചെയ്ത് പോരെ, വേറെ എടുക്കും പോകണ്ട. ഇവനെ കണ്ടിട്ട് നല്ലോണം ആളെ പോലെ തോന്നുന്നുണ്ട്. ഞങ്ങളുടെ മോനെങ്ങാനാണോ ഇയാള്? എടോ, മുത്തശ്ശ അടിപൊളി കഥ. ഞാൻ എന്റെ ജീവിതത്തിൽ എവിടെയും കേട്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു കഥ. പിന്നെ മുത്തശ്ശ ഈ കഥ ശരിക്കും നടന്നിട്ടുള്ളതാണ്? അവിടെ മോനെ, ഇത് സാൻഫിയറിൽ റെഡിക്ക് നടന്നൊരു കഥയാണ്. അല്ല മുത്തശ്ശ, ഈ മാർക്ക് വരാ? അമ്മ എപ്പ വരാം മുത്തശ്ശ? ഞാൻ എപ്പ വരാം? അമ്മ വിളിച്ചിട്ടുണ്ട്, പോയേക്കിട്ട് വരാം. ഓടെ മോനെ, പോയേക്കിട്ട് വായോ, വല്ല ആവശ്യത്തിനാവും. എന്നാലും ആരാവും ഈ മാർക്കോ? എപ്പോഴും പിടിയിട്ടില്ല.